പ്രമേയാവതരണം നടത്തിയ CY മീരാൻ സാഹിബ് അവറുകൾ, സമുദ്ഘാടന ഭാഷണം നിർവഹിച്ച ആദരണീയരായ ഓണംപള്ളി മുഹമ്മദ് ഫൈലി അവറുകൾ അടക്കമുള്ള ഈ സദസ്സിൽ വേദിയിൽ അനവധി മഹല്ലത്തുകൾക്ക് നേതൃത്വം നൽകുന്ന സമാദരണീയരായ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും അനവധി മഹല്ലുകൾക്ക് നേതൃപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ആദരണീയരായ ഉമറാക്കളുടെയും അനവധി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുടെയും ഒക്കെ സാന്നിധ്യത്തെ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ സദസ്സ്. ധാരാളം മുത്തഅല്ലിമീങ്ങളും ഈ മജ്ലിസിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും അതിവിശിഷ്ടമായ അഭിവാദ്യങ്ങളെ കൊണ്ട് പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. നാം ഇവിടെ പെരുമ്പാവൂർ പട്ടണത്തിൽ വ്യത്യസ്തങ്ങളായ മഹല്ലുകളിൽ നിന്നും ഇന്ന് അശർ നമസ്കാരത്തിന് ശേഷം ഇവിടെ ഒരുമിച്ചുകൂടി മുദ്രാവാക്യങ്ങൾ മുഴക്കി പലസ്തീനിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനാ നിരതരായി നാം ഇവിടെ സംഗമിക്കുമ്പോൾ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വത്തിന്റെ അഥവാ ഒരു വേള നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ ഗുരുതരമായ തെറ്റുകൾ ചെയ്ത പാപികളായി മാറുന്ന വിധത്തിൽ വലിയൊരു ഉത്തരവാദിത്വം നിർവഹിച്ചവരായിട്ടാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പ്രാർത്ഥനകൾ ഫലസ്തീനികൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അവർ കാണുക, അവർ കേൾക്കുക എന്നത് വിഷയമായ കാര്യമല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദഅവത്തുൽ മർഇ ലി അഖീഹിൽ മുസ്ലിം, ഒരാൾ അദ്ദേഹത്തിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിളഹ്രിൽ ഗൈബി, ആ അപരനായ സഹോദരന് വേണ്ടി ദുആരക്കുമ്പോൾ അയാളത് കാണുന്നില്ല, അയാളത് കേൾക്കുന്നില്ല. ഫലസ്തീനിലെ മക്കൾ നമ്മുടെ പ്രാർത്ഥന ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. പെരുമ്പാവൂർ പട്ടണത്തിൽ നമ്മളിങ്ങനെ സംഗമിച്ചതും നമ്മൾ ഇന്ന് പ്രാർത്ഥന നടത്തിയതും പ്രത്യേകമായ ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ ആ പാവങ്ങൾ നമ്മൾ അറിയിച്ചു കൊടുക്കുന്നില്ലല്ലോ. അവരത് അറിയുന്നില്ല, അവരത് കേൾക്കുന്നില്ല. ആ കേൾക്കാത്ത സ്വഭാവത്തിൽ മറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പ്രത്യേകം മുസ്തജാബത്തുൻ, റബ്ബിന്റെ അടുക്കൽ പ്രത്യേകമായ ഉത്തരമുള്ളതാണെന്ന് മാത്രമല്ല, ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥകന്റെ സവിധത്തിൽ അല്ലാഹു പ്രത്യേകമായ ഒരു മലക്ക് കൊണ്ട് ഭരമേൽപ്പിക്കും. ആ മലക്ക് അവന്റെ മുഴുവൻ ദുആകൾക്കും ആമീൻ ആമീൻ ആമീൻ, അല്ലാഹുവേ നീ ഉത്തരം നൽകണമേ എന്ന് നിരന്തരമായി പറയുകയും വലക്ക മിസ്ലു, അതുപോലത്തെ അനുഗ്രഹങ്ങൾ, അതുപോലത്തെ കാവലുകൾ നിനക്ക് സിദ്ധമാകട്ടെ എന്ന മലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവர்கள் പറയുന്നു, ഒരാൾ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ കൃത്രിമമായ ആത്മാർത്ഥതയുടെ ചേരുവകൾ അവന്റെ വാക്കിൽ വന്നു എന്ന് വരാം, അവന്റെ പ്രകടനങ്ങളിൽ ഉണ്ടായി എന്ന് വരാം, ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രകടനപരത കടന്നു വന്നു എന്ന് വരാം. അത്ര പ്രകടനപരതകളൊന്നുമില്ലാതെ, ലോകമാന്യതയുടെ അംശാംശങ്ങളില്ലാതെ ആത്മാർത്ഥതയിൽ നിന്നും നിർഗണിക്കുന്നതാണല്ലോ ആർക്ക് വേണ്ടിയാണോ ദ്വാരക്കുന്നത് അയാളുടെ ആ സാന്നിധ്യത്തിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രത്യേകം സ്വീകരണീയമാണെന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ആ വ്യക്തിയിലേക്ക്, ആ സദസ്സിലേക്ക് സമാഗതമാകുമെന്നും ആ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നും മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ മുൻഗാമികളായ സലഫ് സ്വാലിഹ്